നമസ്കാരം. പ്രധാന വാർത്തകൾ. 3 വയസ്സുകാരി തലയിടിച്ചു വീണ കാര്യം അംഗനവാടി ടീച്ചർ മറച്ചുവെച്ചു. കുട്ടിക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം മാറനല്ലൂരിൽ അംഗനവാടിയിൽ 3 വയസ്സുകാരി തലയിടിച്ചു വീണ കാര്യം ടീച്ചർ വീട്ടുകാരോട് മറച്ചുവെച്ചതായി ആക്ഷേപം. പൊങ്ങുമൂട് രതീഷ് സിന്ധു ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളായ വൈകിയാണ് ഗുരുതരാവസ്ഥയിൽ SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കുഞ്ഞു വീണ കാര്യം പറയാൻ മറന്നുപോയെന്നാണ് അധ്യാപികയുടെ വിശദീകരണം. കുട്ടിയുടെ തലയൊട്ടി പൊട്ടിയിട്ടുണ്ട്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്, തോളലിലും പൊട്ടിയിട്ടുണ്ട്, നട്ടലിനും ക്ഷതമേറ്റു. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിലാകാം പൊട്ടലേറ്റതെന്ന് ഡോക്ടർമാരുടെ നിഗമനം. സംഭവം പറയാൻ മറന്നുപോയതെന്നാണ് ടീച്ചറുടെ വിശദീകരണം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം. മദ്യക്കുപ്പി മോഷ്ടിച്ച യുവാവ്. കൊല്ലത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യക്കുപ്പി മോഷ്ടിച്ചു. ചാത്തന്നൂർ ബിവറേജസ് ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. ഷെൽഫിൽ നിന്ന് കുപ്പിയെടുത്ത ശേഷം ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് നോക്കുന്ന സമയത്താണ് ഒരു മദ്യക്കുപ്പി മോഷണം പോയ വിവരം ജീവനക്കാർ അറിയുന്നത്. മോഷ്ടാവിനെ ഇതുവരെയായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. വീട്ടമ്മ ഓടയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. തേക്കുമൂട് സ്വദേശി ശൈലജയാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യം കുരമ്പംകോണത്താണ് സംഭവം. ഓടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീകാര്യം ഇടയ്ക്കോടുള്ള മകളുടെ വീട്ടിലേക്ക് പോകവെ ഓടയിൽ വീണ് മരിക്കുകയായിരുന്നു. രാവിലെ 7:30-യോടെയാണ് അപകടമുണ്ടായത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. വനിതാ SP പീഡിപ്പിച്ചു. മുൻ IPS ഉദ്യോഗസ്ഥനെതിരെ അറസ്റ്റ് വാറണ്ട്. പീഡനക്കേസിൽ തുടർച്ചയായി വിചാരണയ്ക്ക് ഹാജരാകാത്ത മുൻ IPS ഉദ്യോഗസ്ഥൻ S മുരുകേഷിനെതിരെ ചെന്നൈ സതൈപ്പേട്ട് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതിയും തള്ളിയതോടെയാണ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വിചാരണ കോടതി നിർദ്ദേശിച്ചത്. ഈ വർഷം ആദ്യം മുരുകനെതിരെയുള്ള കോടതി നടപടികൾക്കും അച്ചടക്ക നടപടികൾക്കും ഗവർണർ അനുമതി നൽകിയിരുന്നു. തുടർന്ന് സ്വയം വിരമിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. 2018 ഓഗസ്റ്റിൽ ചെന്നൈയിൽ വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കെ വനിതാ SP പീഡിപ്പിച്ചെന്നാണ് കേസ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ സ്ത്രീധന പീഡന നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. MBBS സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം. തട്ടിയത് 1ഉം 2ഉമല്ല കോടികൾ. എത്തുന്നത് വൈദികനായി. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കോടികൾ തട്ടിയ പത്തനംതിട്ട സ്വദേശി അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ പ്രമുഖ കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ MBBS സീറ്റ് നൽകാമെന്നായിരുന്നു വൈദികൻ എന്ന് പരിചയപ്പെടുത്തിയ ജേക്കബ് തോമസ് രക്ഷിതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത്. ചെന്നൈ അന്തർദേശീയ വിമാനത്താവളത്തിലൂടെ മലേഷ്യയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് തൃശൂരിൽ നിന്നുള്ള പോലീസ് ജേക്കബിനെ പിടികൂടുന്നത്. ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ്, അങ്കമാലി, കൊരട്ടി, പാല, പന്തളം, അടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നാഗ്പൂരിലും ഇയാൾക്കെതിരെ കേസുണ്ട്.